SSC ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ 2025 ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇന്നലെയാണ് ഔട്ട് ആയത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് SSC ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ. അടുത്ത മാസങ്ങളിലായിട്ട് SSCയുടെ GD പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരാതിരിക്കുന്നത്. അപ്പോൾ ഒരേ തരത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന 2 പരീക്ഷകളാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പം SSC GD എഴുതുന്ന എല്ലാ ആൾക്കാർക്കും ഈ പരീക്ഷ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ പറയാം. SSC GD പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. സിലബസിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളുക. അപ്പോൾ ആദ്യം തന്നെ SSCയുടെ വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് 2025. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്ന ഡേറ്റ് എന്ന് പറയുന്നില്ല. ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പറയുന്നത് 22/9/2025 മുതൽ 21/10/2025. 22 ഈ സെപ്റ്റംബർ 22 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഒക്ടോബർ 21 വരെയുള്ള ഡേറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മെയിൻ ആയിട്ട് ലാസ്റ്റ് ഡേറ്റിന്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 21/10 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിൻഡോ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ വരികയാണെങ്കിൽ അത് ഒക്ടോബർ 29 മുതൽ 31 വരെയുള്ള 3 ദിവസം മാത്രമാണ് കറക്ഷൻ അലോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഡിസംബർ അല്ലെങ്കിൽ ജനുവരി 2026 ആണ് ഇതിന്റെ ഒരു എക്സാം ഷെഡ്യൂൾ പറയുന്നത്. എക്സാം നടക്കാൻ സാധ്യതയുള്ള സമയം ഡിസംബർ അല്ലെങ്കിൽ ജനുവരി, മോസ്റ്റ്ലി ജനുവരിയിൽ തന്നെ ആകുമെന്ന് വേണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ. ജനുവരിയിലായിരിക്കും ഇത്തരത്തിലുള്ള പരീക്ഷ. അപ്പൊ നമ്മുടെ മുമ്പിൽ കുറച്ച് സമയങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. സെപ്റ്റംബർ ആണ്, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒരു 3 മാസം കംപ്ലീറ്റ്ലി നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, ഇനി അടുത്ത ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വേക്കൻസീസ് എല്ലാവരും നോക്കുന്നത് എത്ര വേക്കൻസി ഉണ്ടെന്നാണ്. മെയിൻലി ഓരോ പോസ്റ്റിനും വരുന്ന വേക്കൻസീസ് ആണ് എല്ലാവരും നോക്കുന്നത്. ഇതിൽ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 7565 വേക്കൻസീസ് ഉണ്ട്. ഈ ഒരു എക്സാമിന് ആകെയുള്ള മൊത്തത്തിലുള്ള വേക്കൻസീസ് ആണ് പറയുന്നത് 7565. അതിൽ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ജനറൽ അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി 1914 വേക്കൻസിയാണ്. കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ എക്സ് സർവീസ്മെൻ അതേഴ്സിന് വേണ്ടി 107 വേക്കൻസി ഉണ്ട്. കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ എക്സ് സർവീസ്മെൻ കമാൻഡോ 106 വേക്കൻസി. കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഫീമെയിൽ 1047 വേക്കൻസി. അങ്ങനെ UR 3174 വേക്കൻസിയും EWS 756 വേക്കൻസി, OBS 1608 വേക്കൻസി, SC 1386 വേക്കൻസി, ST 641 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 7565 വേക്കൻസീസ് ആണ് ടോട്ടൽ ഉള്ളത്. ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് പേ ലെവൽ 3 ആണ്. 21700 to 6900 ആണ്. ഗ്രൂപ്പ് C പോസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് 4 നാഷണാലിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സിറ്റിസൺസ് ഓഫ് ഇന്ത്യക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഏജ് ലിമിറ്റ് നോക്കിയാൽ 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ഏജ് ലിമിറ്റ് ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. SSC GD എക്സാംസ് 23 വയസ്സ് വരെയുള്ളവർക്കായിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് 25 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ആസ് ഓൺ 1/7/2025. ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2025 ആണ്. കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ ബോൺ ഏർലിയർ ദാൻ 2/7/2000 ആൻഡ് ലേറ്റർ ദാൻ 1/7/2007. അതായത് 2/7/2000 1/7/2007 ഇടയിലുള്ളവർക്കാണ് ഇത് മോസ്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനിയും നോർമലി വരുന്ന അതേ കാറ്റഗറി പോലെ തന്നെ SC ST കാറ്റഗറിക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ സ്പോർട്സ് പേഴ്സൺസും മറ്റ് പല കാറ്റഗറി ഉള്ളവർക്കും ഏജ് റിലാക്സേഷൻ കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇതിന്റെ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ PDF ദിശ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലുകളിലും മറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ 10+2 ക്വാളിഫിക്കേഷൻ ആണ് ഇതിന്റെ ബേസിക് ആയിട്ട്. 12ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ ആളുകൾക്കെല്ലാം ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയും ചില സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ചില ആൾക്കാർക്ക് ഈ തരത്തിലുള്ള ഏജ് റിലാക്സേഷൻ ചില തരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടും എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ ചില റിലാക്സേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം, മെയിൽ കാൻഡിഡേറ്റ്സ് മസ്റ്റ് പോസസ് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ LMB ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് വാലിഡ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കണം മെയിൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചോളം. as on the date of PE and ND ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും അതുപോലെ മെഡിക്കൽ ടെസ്റ്റിന്റെ സമയത്ത് നിങ്ങൾ ലൈസൻസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അതായത് ലേണേഴ്സ് പോരാ, പകരം ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ
ലൈസൻസ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ച് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് എത്രയും പെട്ടെന്ന് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ഇൻസെന്റീവ് ടു NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ്. നിങ്ങൾക്കറിയാം നോർമലി യൂണിഫോം പോസ്റ്റുകൾക്കൊക്കെ NCC പല കാറ്റഗറിയിലുള്ള NCC ഹോൾഡേഴ്സിന് അവരുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ അനുസരിച്ചിട്ട് അവർക്ക് എക്സ്ട്രാ ഗ്രേസ് മാർക്കുകൾ കൊടുക്കാറുണ്ട്. അത്തരത്തിൽ ഇതിനും ഗ്രേസ് മാർക്കുകളുണ്ട്. NCC C സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 5% ഓഫ് മാക്സിമം മാർക്ക് ഫോർ ദ എക്സാമിനേഷൻ. 100 മാർക്കുള്ള പരീക്ഷയ്ക്ക് 5 മാർക്ക് എക്സ്ട്രാ വരും. NCC B കാറ്റഗറി ആണെങ്കിൽ 3%, NCC A സർട്ടിഫിക്കറ്റ് ആണുള്ളതെങ്കിൽ 2% ഓഫ് ദ മാക്സിമം എക്സാമിനേഷൻ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നോട്ട് ചെയ്തോളുക. ഇനിയും സ്കീം ഓഫ് എക്സാമിനേഷൻ, എക്സാം എങ്ങനെയാണ് നടക്കുന്നത്, എക്സാമിന്റെ സ്റ്റേജുകൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണുള്ളത്, CBT. ഫസ്റ്റ് സ്റ്റേജിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ കായികക്ഷമത പരിശോധിക്കുന്നതിനായിട്ട് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്. പിന്നീട് മെഷർമെന്റ് ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ ചെസ്റ്റ്, ഹൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്ന മെഷർമെന്റ് ടെസ്റ്റ്. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ്. ഇത്രയും സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇത്രയും പ്രൊസീജിയേഴ്സ് ആണ് ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റിനകത്ത് ആകെ വരുന്നത്. മാർക്സ് സ്കോർഡ് ബൈ കാൻഡിഡേറ്റ്സ് ഇൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഇഫ് കണ്ടക്ടഡ് ഇൻ മൾട്ടിപ്പിൾ ഷിഫ്റ്റ്സ് വിൽ ബി നോർമലൈസ്ഡ് സ്കോർ ആയിരിക്കും. ഇതൊക്കെ SSC പരീക്ഷയെ പറ്റി അല്ലെങ്കിൽ ഇതിന് എഴുതിയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. ഷെഡ്യൂൾ ഓഫ് ദ CB ഇൻഡിക്കേറ്റഡ് ഇൻ ദ നോട്ടീസ് ടെനേറ്റീവ്. അതായത് ജനുവരി, ഡിസംബർ എന്ന് പറഞ്ഞ ഡേറ്റ് ടെനേറ്റീവ് ആണ്. അത് മാറാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ നോക്കുക, ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ തന്നെ അതിന്റെ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഇതിനകത്ത് ക്രൂഷ്യൽ കാര്യം എന്ന് പറയുന്നത്. കാരണം അത് ക്വാളിഫൈ ആയി അതിന് കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എൻഡ്യൂറൻസ് ടെസ്റ്റിനും മെഡിക്കൽ വെരിഫിക്കേഷനും ഒക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പം എക്സാം ആണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് പേപ്പർ ആണ്, 100 ചോദ്യങ്ങളാണുള്ളത്. 100 ചോദ്യങ്ങൾക്ക് 100 മാർക്കാണുള്ളത്. അതിൽ 4 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. SSCയുടെ പരീക്ഷയുടെ മാതൃക തന്നെ ചെറിയൊരു ഡിഫറൻസ്, നോർമൽ പരീക്ഷയിൽ നിന്ന് ചെറിയ വെയിറ്റേജിന് മാത്രം വ്യത്യാസമുള്ളത്. ഒന്ന് പാർട്ട് എ, ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ്, 50 ചോദ്യങ്ങൾ, 50 മാർക്ക്. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. GK കറണ്ട് അഫയേഴ്സിനും നല്ല വെയിറ്റേജ് ഉണ്ട്. 50 മാർക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ സിലബസിനൊന്നും വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞാൽ പോലും എക്സാം പാറ്റേണിന് വ്യത്യാസം ഉണ്ടായതുകൊണ്ട് അത് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി റീസണിങ് 25 ചോദ്യങ്ങൾ, 25 മാർക്ക്, 25 ഔട്ട് ഓഫ് 25. 25 ചോദ്യങ്ങളുണ്ട്, 25 മാർക്കുണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അരിത്തമാറ്റിക് പാർട്ടാണുള്ളത്. അത് 15 ക്വസ്റ്റ്യൻസ്, 15 മാർക്ക്. ലാസ്റ്റ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, MS Excel, വേർഡ് തുടങ്ങിയ കാര്യങ്ങൾ 10 ചോദ്യങ്ങൾ, 10 മാർക്കാണുള്ളത്. ഇത് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 100 ചോദ്യങ്ങളുണ്ട്, 90 മിനിറ്റ് നമുക്ക് തരുന്നുണ്ട്. 100 ചോദ്യങ്ങൾക്ക് 90 മിനിറ്റും ഉണ്ട്. ഇതിൽ ക്രൂഷ്യൽ ആയിട്ടൊരു കാര്യം, ഈ 50 മാർക്ക് കറണ്ട് അഫയേഴ്സ് GK എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ബാക്കി 50 ഒരു വിധത്തിൽ പഠിച്ചാൽ സിംപിളി സ്കോർ ചെയ്യാൻ പറ്റുന്ന 50 മാർക്കുണ്ട്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് ഇത്തരത്തിൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. 100 ചോദ്യങ്ങൾ, 100 മാർക്ക്, 0.25 മാർക്കാണ് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വിൽ ബി കണ്ടക്ടഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഉള്ളി. അതർ ലാംഗ്വേജസ് ഇല്ല, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളവർക്കുള്ള ഉത്തരവാണ്. സിലബസ് ഫോർ ദ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വിൽ ബി ഫോളോസ്. ഇതിന്റെ നമ്മുടെ എക്സാമിന്റെ ബേസിക് സിലബസ് ആണ്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ SSCയുടെ സിലബസ് തന്നെ. അതുപോലെ തന്നെ റീസണിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ മാത്സിനകത്ത് അരിത്തമാറ്റിക് മാത്രമേ പഠിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ, അഡ്വാൻസ്ഡ് ഇല്ല. SSC GD പഠിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊന്നും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ളൂ ഇല്ല പ്രത്യേകിച്ചും. ഇനി കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോൾ GK പാർട്ടിനകത്ത് തന്നെ പഠിക്കുന്നതാണ്. പക്ഷേ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ഇത്ര മാർക്കിന് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ചോദിക്കുമെന്ന്, അതിന്റെ ഡീറ്റെയിൽഡ് ടോപ്പിക്ക് പറയുന്നുണ്ട്. അപ്പൊ ഈ കമ്പ്യൂട്ടർ ഇപ്പോഴത്തെ ഒരു പാറ്റേണിൽ SSC പരീക്ഷയ്ക്ക് നല്ല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സെപ്പറേറ്റ് വെയിറ്റേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ കമ്പ്യൂട്ടറും കൂടി കൃത്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഷാൽ ബി ഓഫ് മെട്രിക്കുലേഷൻ ലെവൽ. ഓക്കെ, ഇനി ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്. നിങ്ങൾക്കറിയാം ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷ നിങ്ങൾ ക്ലിയർ ചെയ്ത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് വരുന്ന ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ആണ്. അത് മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ മെയിൽസിന്റെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏജ് അപ് ടു 30 ഇയേഴ്സ്, എബവ് 30 to 40 ഇയേഴ്സ് ഉണ്ട്, 40 ഇയേഴ്സ് എബവ് 40 ഇയേഴ്സ് ഉണ്ട്. 3 കാറ്റഗറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഈ കാറ്റഗറി, ഈ ഏജ് ഗ്രൂപ്പിലുള്ള എക്സ് സർവീസ്മാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് മത്സരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്, പല കാറ്റഗറിയിലുള്ള പല ആൾക്കാരും മത്സരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് പല ഏജ് ഗ്രൂപ്പിലും പല ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് റേസ്, ഓട്ട മത്സരം 1600 മീറ്റർ, 1.6 കിലോമീറ്റർ ആണ്. അത് 30 വയസ്സ് വരെയുള്ളവർ 6 മിനിറ്റിലാണ് കവർ ചെയ്യേണ്ടത്, 6 മിനിറ്റ്സിൽ. 30 to 40 വയസ്സ് വരെയുള്ളവർ അത് 7 മിനിറ്റിലും
40 വയസ്സിന് മുകളിലുള്ളവർ 8 മിനിറ്റിലുമാണ് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് പാസ് ആകേണ്ടത്. ഇനി അത് കഴിഞ്ഞാൽ ഒരു ലോങ് ജമ്പും ഉണ്ട്, ഹൈ ജമ്പും ഉണ്ട്. ലോങ് ജമ്പ് 14 ഫീറ്റ് ആണ് വരുന്നത് ഫസ്റ്റ് കാറ്റഗറി അപ് ടു 30 ഇയേഴ്സ്. 30 to 40 ആണെങ്കിൽ 13 അടി. അതുപോലെ തന്നെ 40 ഇയേഴ്സിന് മുകളിലാണെങ്കിൽ 12 അടിയാണ് ലോങ് ജമ്പ് വരുന്നത്. ഹൈ ജമ്പ് ആണെങ്കിൽ 3.9 3 അടി 9 ഇഞ്ച് വരുന്നുണ്ട് ഹൈ ജമ്പിൽ വരുന്നത് ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി ആകുമ്പോൾ 3 അടി 6 ഇഞ്ച് വരുന്നുണ്ട്. എബവ് 40 ഇയേഴ്സ് ആകുമ്പോൾ 3 അടി 3 ഇഞ്ച്. ഇതാണ് ഹൈ ജമ്പിന്റെ ക്വാളിഫൈ ചെയ്യാനുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും താഴെ പറയുന്നത് ശ്രദ്ധിച്ചു, ദോസ് ഹു ക്വാളിഫൈ ഇൻ ദ റേസ് വിൽ ബി എലിജിബിൾ ടു അപ്പിയർ ഇൻ ദ ലോങ് ജമ്പ് ആൻഡ് ദെൻ ഹൈ ജമ്പ്. അതായത് ഓട്ട മത്സരം ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രം ലോങ് ജമ്പും ഹൈ ജമ്പും ചാടാനായിട്ടുള്ള എലിജിബിലിറ്റി കിട്ടുന്നതായിരിക്കും. ലോങ് ജമ്പ് ആൻഡ് ഹൈ ജമ്പ് ആർ ടു ബി ക്ലിയർഡ് ഇൻ എനി വൺ ഓഫ് ദ 3 chances given to the candidate. അതായത് 3 ചാൻസ് കിട്ടും. 3 ചാൻസിൽ ഏതെങ്കിലും ഒരു ചാൻസിൽ ഈ ഹൈറ്റിൽ ചാടി അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ചാടി അത് പാസ് ആവണം അല്ലെങ്കിൽ ക്വാളിഫൈ ആവണം എന്നുള്ളതാണ് ഇതിനകത്ത് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിന്റെ കാര്യത്തിൽ വരുന്നത്. ഫിസിക്കൽ നിങ്ങൾ ക്വാളിഫൈ ആവാനുള്ള ടെസ്റ്റുകൾ ഇതൊക്കെയാണ്. ചെറിയ ടെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഫിസിക്കൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. ഇനി സ്റ്റാൻഡേർഡ് ഓഫ് ഫിസിക്കൽ മെഷർമെന്റ്സ് എന്തൊക്കെയാണ്? എക്സാം കഴിഞ്ഞു അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഓട്ട മത്സരവും അതുപോലെ തന്നെ ലോങ് ജമ്പും ഹൈ ജമ്പും കഴിഞ്ഞു. അതിനുശേഷം ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് മെയിൽസിന്റെ ആണ് പറയുന്നത്. ഹൈറ്റ് 170 സെന്റിമീറ്റർ ആണ് പറയുന്നത്. 170 നോർമൽ കാറ്റഗറി ആണെങ്കിൽ 170 പറയുന്നുണ്ട്. ഇനി 5 സെന്റിമീറ്റർ ഫോർ ചില കാറ്റഗറിയിലുള്ള ചില സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ഹൈറ്റിന് റിലാക്സേഷൻ ഉണ്ട് 5 സെന്റിമീറ്റർ വരെ. ഇവിടെ ST കാൻഡിഡേറ്റ്സിനും 5 സെന്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്. 5 സെന്റിമീറ്റർ ഇൻ കേസ് ഓഫ് സൺ ഓഫ് സെർവിംഗ് റിട്ടയർഡ് ഓർ ഡിസീസ്ഡ് ഡൽഹി പോലീസ് പേഴ്സണൽസ് അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഓഫ് ഡൽഹി പോലീസ്. അപ്പോൾ ചില കാറ്റഗറിക്ക് 5 സെന്റിമീറ്ററിന്റെ റിലാക്സേഷൻ ഉണ്ട്. ചെസ്റ്റ് 81 സെന്റിമീറ്റർ വിത്ത് മിനിമം 4 എക്സ്പാൻഷൻ. 81 സെന്റിമീറ്റർ ആണ് വേണ്ടത്. 4 എക്സ്പാൻഷൻ മിനിമം വേണം. അതിനും ചെറിയ തരത്തിലുള്ള റിലാക്സേഷൻസ് നേരത്തെ പറഞ്ഞ അതേ തരത്തിലുള്ള കാറ്റഗറീസിന് കൊടുക്കുന്നുണ്ട്. ഇനി എൻഡ്യൂറൻസ് ടെസ്റ്റ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലോ, ഫീമെയിൽസിനുള്ള എൻഡ്യൂറൻസ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽ നോക്കാം. അത് അപ് ടു 30 ഇയേഴ്സ് ആണെങ്കിൽ 8 മിനിറ്റ്സിൽ റേസ് കംപ്ലീറ്റ് ചെയ്യണം 1.6 കിലോമീറ്റർ. 30 to 40 ആണെങ്കിൽ 9 മിനിറ്റ്സിൽ. എബവ് 40 ഇയേഴ്സ് ആണെങ്കിൽ 10 മിനിറ്റ്സിലാണ് ആ റേസ് 1.6 കിലോമീറ്റർ കവർ ചെയ്യേണ്ടത്. ഇനി ലോങ് ജമ്പ് 10 അടിയാണ്, 10 ഫീറ്റ്. 10 ഫീറ്റ്സ് ആണ് അപ് ടു 30 ഇയേഴ്സിന് വരുന്നത്. 9 ഫീറ്റ്സ് ആണ് ഈ 30 to 40 വരുന്നത്. 40 ഇയേഴ്സിന് 8 ഫീറ്റും. അതുപോലെ ഹൈ ജമ്പ് വരുമ്പം 3 അടിയാണ് അപ് ടു 30 ഇയേഴ്സ്. 2 അടി 9 ഇഞ്ചാണ് 30 to 40. 2 അടി 6 ഇഞ്ചാണ് എബവ് 40 ഇയേഴ്സ്. ഇതാണ് എൻഡ്യൂറൻസ് ടെസ്റ്റ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. ഇനിയും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. Those candidates who qualify in the race will be eligible. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഫീമെയിൽസിനും അതേ തരത്തിൽ തന്നെ ഓട്ടം ക്വാളിഫൈ ആയാലാണ് ലോങ് ജമ്പ്. ലോങ് ജമ്പ് കഴിഞ്ഞതിന് ശേഷം ഹൈ ജമ്പ്. അത് 3 അറ്റംപ്റ്റ്സ് ആണ് കൊടുക്കുന്നത്. 3 chances ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാം. The female candidates who are either pregnant or have given birth to a baby or had a miscarriage at the time of P and MT will not be allowed to participate in the physical endurance test and shall be declared temporarily unfit until the confinement is over. Till then, result of such cases may be kept in a sealed cover and the vacancies will be kept in reserve. She will be re-examined for the physical efficiency test 6 weeks after the expiry of confinement, subjected to the production of medical certificate of fitness from the registered medical practitioner. The confinement period will be also as follows: 6 months from the date of delivery of the baby, 45 days from the date of miscarriage. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി അല്ലെങ്കിൽ മിസ്കാരേജ് സംഭവിക്കാൻ സാധിക്കുന്ന സ്റ്റേജിലുള്ള ഒരു ലേഡിയൊക്കെയാണ് ഇത്തരത്തിലൊരു ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിന് വേണ്ടി വരുന്നതെങ്കിൽ അവർക്ക് ടെമ്പറലി അവരെ അൺഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് അവരുടെ ഒരു ടൈം പീരീഡ് കൊടുത്ത് ആ ടൈം പീരീഡ് വരെ അവർക്ക് അവരുടെ വേക്കൻസി റിസർവിൽ വെച്ച് കുറച്ച് 6 മാസം അല്ലെങ്കിൽ 45 ഡേയ്സ് ഇത്രയും ഒരു ഡേറ്റ് കൊടുത്ത് അതിനുശേഷം അവർ ഫിറ്റ് ആണെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെലിവറി ഓഫ് ദ ബേബി. അതുപോലെ മിസ്കാരേജ് ആണെങ്കിൽ 45 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് മിസ്കാരേജ്. ഈ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ലേഡീസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഷീ ഈസ് ഡിക്ലെയർഡ് ക്വാളിഫൈഡ് ഡ്യൂറിംഗ് ദ PT and MT, her reserve will be declared as per merit in the examination. അപ്പോൾ അങ്ങനെ ഒരു ടൈം പീരീഡ് കൊടുത്തതിന് ശേഷം അവർ ഫിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ അവർക്ക് ജോബിലേക്ക് കയറാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഓഫ് ഫിസിക്കൽ മെഷർമെന്റ് ഫോർ ലേഡീസ്. ലേഡീസിന്റെ അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഫിസിക്കൽ മെഷർമെന്റ്സ് മിനിമം 157 സെന്റിമീറ്റർ ആണ്, 157 സെന്റിമീറ്റർ ആണ്.
റിലാക്സബിൾ ബൈ 2 സെന്റിമീറ്റർ ഫോർ സം കാറ്റഗറീസ്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ, ഈ കാറ്റഗറിയിലുള്ളവരാണോ എന്ന് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നോക്കാം. 2 സെന്റിമീറ്റർ ഫോർ SC/ST കാൻഡിഡേറ്റ്സ്, 5 സെന്റിമീറ്റർ ഇൻ കേസ് ഓഫ് ഡോട്ടർ ഓഫ് സെർവിങ്. നേരത്തെ പറഞ്ഞ അതേ കാറ്റഗറീസ് തന്നെയാണ്. ഓക്കെ, ഇനി ദ കാൻഡിഡേറ്റ്സ് ഹു ആർ ഡിക്ലെയർഡ് നോട്ട് ക്വാളിഫൈഡ് ഇൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഹൈറ്റ് ആൻഡ് ടെസ്റ്റ് may prefer an appeal on the same day if they so desire to the appellate authority. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റ് ചെസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം അപ്പീൽ കൊടുക്കാം എന്നാണ് പറയുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ അപ്പലേറ്റ് അതോറിറ്റിക്ക് നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം. പിന്നെ പറയുന്ന കാര്യം, ദർ ഇസ് നോ അപ്പീൽ ഇൻ ദ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്. ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിന് ഈ ഒരു അപ്പീൽ കൊടുക്കാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ മെഷർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ അപ്പീൽ ചെയ്ത് ഒന്നുകൂടെ മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. പക്ഷേ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് നിങ്ങൾ പാസ്സായില്ലെങ്കിൽ ദർ ഇസ് നോ അപ്പീൽ എന്ന് പറയുന്നുണ്ട്. കണ്ടക്ട് ഓഫ് PMT ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ വിൽ ബി സോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡൽഹി പോലീസ്. ഡൽഹി പോലീസ് ആയിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്, കാൻഡിഡേറ്റ് ഷുഡ് ബി ഇൻ സ്റ്റേറ്റ് ഓഫ് സൗണ്ട് ഹെൽത്ത്, ഫ്രീ ഫ്രം ഡിഫക്റ്റ്. നോർമലി ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള യൂണിഫോം പോസ്റ്റുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യും. വിഷൻ 6/12 വിത്തൗട്ട് ഗ്ലാസസ് ഇൻ ബോത്ത് ഐസ്, ഫ്രീ ഫ്രം കളർ ബ്ലൈൻഡ്നസ് ആൻഡ് വിത്തൗട്ട് എനി കറക്ഷൻ ലൈക്ക് വിയറിംഗ് ഗ്ലാസസ് ഓർ സർജറി ഓഫ് എനി കൈൻഡ് ടു ഇംപ്രൂവ് വിഷ്വൽ ആക്ടിവിറ്റി. വിഷ്വൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ടാറ്റുവിന്റെ കാര്യം പറയുന്നുണ്ട്. ടാറ്റു ശരീരത്തിന് പല ഭാഗത്തും ടാറ്റു അടിച്ചെടുക്കുന്നവർക്ക് യൂണിഫോം പോസ്റ്റുകൾ കിട്ടുമോ, ജോലി കിട്ടുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇത് ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ടാറ്റു ആർ പെർമിസിബിൾ ആസ് പെർ ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. അതായത് ഇത്തരത്തിലുള്ള ടാറ്റു ആണെങ്കിൽ മാത്രം അത് പെർമിസിബിൾ ആണെന്നാണ് പറയുന്നത്. ഒന്ന് കണ്ടന്റ്, അതിന്റെ കണ്ടന്റ് ടാറ്റൂസ് ഡെപിക്റ്റിംഗ് റിലീജിയസ് സിംബൽസ് ഓർ ഫിഗേഴ്സ് ആൻഡ് നെയിം ആസ് ഫോളോഡ് ഇൻ ദ ഇന്ത്യൻ ആർമി ഷാൾ ബി പെർമിറ്റഡ്. ഇന്ത്യൻ ആർമിയിൽ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ റിലീജിയസ് സിംബൽസ്, ഫിഗേഴ്സ് ആൻഡ് നെയിം വിൽ ബി പെർമിറ്റഡ് എന്ന് പറയുന്നുണ്ട്. ലൊക്കേഷൻ അത് എവിടെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ, ടാറ്റൂസ് മാർക്ക്ഡ് ഓൺ ട്രഡീഷണൽ ബോഡി സൈഡ്സ് ഓഫ് ദ ബോഡി ലൈക്ക് ദ ഇന്നർ ആസ്പെക്ട് ഓഫ് ഫോറാം. നോർമലി നമ്മൾ കയ്യിൽ ലെഫ്റ്റ് ഫോറാം, ബീങ് നോൺ സല്യൂട്ടിംഗ് ലിംബ് ഓർ ഡോർസം ഓഫ് ദ ഹാൻഡ്സ് ഷാൽ ബി അലൗഡ്. അത്തരത്തിലുള്ള ഫുൾ ബോഡിയിലൊക്കെ ടാറ്റു ചെയ്തിരിക്കുന്ന അല്ല അലൗഡ്. ചില തരത്തിലുള്ള ടാറ്റൂസ് അലൗഡ് ആണെന്ന് പറയും. സൈസ് മസ്റ്റ് ബി ലെസ് ദാൻ 1/4 ഓഫ് ദ പർട്ടിക്കുലർ പാർട്ട്. അതായത് ഇപ്പൊ കൈ ആണെങ്കിൽ കൈ മുഴുവൻ ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ നോട്ട് അലൗഡ്, 1/4 ഓഫ് ദ പർട്ടിക്കുലർ പാർട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ SSC ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ 2025 നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പൊ നോട്ടിഫിക്കേഷൻ കറന്റ് ലൈവ് ആണ്. നിങ്ങൾ SSC GD പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് പ്രിപ്പറേഷൻ്റെ ആവശ്യം കാര്യമായിട്ടില്ല. പക്ഷേ GK കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടി വരും. കമ്പ്യൂട്ടറിന് വെയിറ്റേജ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പഠിക്കണം. പക്ഷെ ചില ആൾക്കാരെങ്കിലും GK 50% ആണല്ലോ, GK കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ കിട്ടുമെന്ന് ധരിക്കും. ഒരിക്കലും അല്ല, GK മാത്രം പഠിച്ചാൽ കിട്ടില്ല. കാരണം GK അത്ര വാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു മാർക്ക് സ്കോർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാക്സിമം റീസണിങ്ങും ലിമിറ്റഡ് ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്ത് മാക്സിമം മാർക്ക് മേടിക്കാൻ പറ്റും. മാത്സോ റീസണിങ്ങോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ആയാലും മാർക്ക് വാങ്ങാൻ പറ്റും. ആ 50ൽ മെജോറിറ്റി സ്കോർ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമുള്ള ടാസ്ക് ആയിരിക്കും, കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ടാസ്ക് ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള 50 മാർക്സ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അതിൽ നിന്ന് സ്കോർ ചെയ്യാന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് രണ്ടും ബാലൻസ് ചെയ്ത് പഠിക്കേണ്ടി വരും. GK മാത്രം പഠിച്ചാൽ ഒരു തരത്തിലും കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല. രണ്ടും ബാലൻസ് ചെയ്ത് പഠിക്കുക. SSC GD എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ SSCയുടെ ഏതെങ്കിലും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. വരുന്ന മാസങ്ങളിലായിട്ട് SSCയുടെ GDയുടെ എക്സാംസും നോട്ടിഫിക്കേഷൻസും വരുന്നു. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുക. യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവർക്കുള്ള നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. 7000-ന് അടുത്ത് വരുന്ന വേക്കൻസീസും ഉണ്ട്. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരോടും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.